ഹായ് മച്ചാന്മാരെ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിലും എന്നാൽ നമ്മുടെ വിദേശീയതയുള്ള ഒരു റെസിപ്പിയാണ്. കനേഡിയൻ ഗാർലിക് ബട്ടർ എഗ് ബുർജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കോഴിമുട്ട എടുത്തിട്ടുണ്ട് 4 എണ്ണം, കോൺഫ്ലവർ, പാല്, വെളുത്തുള്ളി, ബട്ടർ, വേപ്പില, കറിവേപ്പില, അതേപോലെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഈ 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച ശേഷം ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കനേഡിയൻ റെസിപ്പിയാണ് കേട്ടോ. കനേഡിയൻ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കനേഡിയൻ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടിയ, ചപ്പാത്തിയുടെ കൂടിയ, പൊറോട്ടയുടെ കൂടിയൊക്കെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് പാൻ വെച്ച് അതിലേക്ക് ബട്ടറാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. 1-2 ടീസ്പൂൺ ബട്ടർ ചേർത്ത ശേഷം അതിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഗാർലിക്കാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി, ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുന്നു. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ റെസിപ്പി പരീക്ഷിക്കണം കേട്ടോ എല്ലാവരും. നല്ല റെസിപ്പിയാണ്, നല്ലൊരു എഗ് ബുർജിയാണ്. കനേഡിയൻ ഗാർലിക് ബട്ടർ എഗ് ബുർജി. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ആവശ്യത്തിന് വീണ്ടും ഒന്ന് വഴറ്റുക. കറിവേപ്പില ഇട്ട ശേഷം അതിന് ശേഷം അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ഇത് യൂസ് ചെയ്യണത്. ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒന്നുകൂടി ജസ്റ്റ് വഴറ്റുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ കാനഡയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു സജഷൻ പ്രകാരം തയ്യാറാക്കിയതാണ്. 2 ടീസ്പൂൺ ഞാൻ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. 2-3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. അതിന് ശേഷം ഞാൻ പാല് ചേർത്തു. ഒരു 1/2 ഗ്ലാസ് പാലാണ് വേണ്ടത്. 1/2 ഗ്ലാസ് പാല് ചേർത്ത ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മളൊരു സ്വല്പം ബട്ടറും കൂടി ആഡ് ചെയ്യേണ്ടത്. എനിക്ക് ബട്ടറിൻ്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബട്ടർ അതിൽ ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് മുട്ട, നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ച ശേഷം നമ്മൾ ബുർജിക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും എഗ് ബുർജി ഉണ്ടാക്കാൻ അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ എഗ് ബുർജി റെഡിയായി കഴിഞ്ഞു. ഇനി അത് ഡെക്കറേറ്റ് ചെയ്യുക, കഴിക്കുക. അത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഫില്ല് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഫില്ലിംഗ് ആണ്.